ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ട്രിപ്പ് പ്ലാൻ ആക്കി. ഇപ്പോൾ കുറേ നാളായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. ഒക്ടോബറിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഞങ്ങളിവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. നീ പറ, ലൊക്കേഷൻ അവിടെ നിന്നല്ലേ പറഞ്ഞോ? അർമേനിയ. അതെ, ഞങ്ങൾ മഞ്ഞ് കാണാൻ പോകുന്നത്. അർമേനിയയിലോട്ടാണ് ഞങ്ങൾ പോണത്. ഓക്കെ, ഞാൻ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് ഈ ട്രാവലിങ്ങിന് വേണ്ടി വാങ്ങിക്കുന്നത് ഞാൻ പറയാം. ഒരു മെയിൻ സ്നോ വൈക്കുള്ളൊരു ജാക്കറ്റ്, അതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതുപോലെ സ്നോ പാൻറ്റ്, പിന്നെ തെർമൽ, നമ്മളെ സ്കിന്നോട് ഒട്ടിച്ചേർന്നില്ല ഭയങ്കര ടൈറ്റായിട്ട് ഫിറ്റായിട്ടുള്ളൊരു തെർമൽ ക്ലോത്ത് ഉണ്ട്, നമ്മളെ ബേസ് ലെയർ എന്ന് പറയും അത്. അതുപോലെ തന്നെ തെർമൽ സോക്സ്, ഇതൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായതാണ്. അപ്പോൾ പാറുവിന് അതുപോലെ തന്നെ തെർമൽ ലെയർ ക്ലോത്ത്സ്, പിന്നെ സോക്സ്, തെർമൽ ഷൂ, പിന്നെ അതിൻ്റെ മേലൊരു തെർമൽ മെറ്റീരിയൽ വരുന്നൊരു ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ടോപ്പും താഴെ പാൻറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ലെയർ. പിന്നെ തേർഡ് ലെയർ നോർമലി നമുക്ക് നമ്മുടെ ഒരു ഏതെങ്കിലും ജീൻസോ ഹുഡി അങ്ങനെ ഏതെങ്കിലും ഇടുക. അപ്പോൾ മൂന്നാമത്തെ ലെയറായി. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് സ്നോ ജാക്കറ്റ് കാര്യങ്ങൾ അത് ഇടണം. അതുപോലത്തെ സ്നോ പാൻറ്റ്, ഇത്ര ഐറ്റംസ് വേണം. ഇത് മസ്റ്റാണ്. അതുപോലത്തെ ഗ്ലൗവും, നോർമൽ ഗ്ലൗവും, അതിൻ്റെ പുറത്ത് കുറച്ച് തിക്കായിട്ടുള്ള തെർമലൊക്കെ വരുന്ന ഒരു സ്നോ ഗ്ലൗവ്. അപ്പോൾ സോക്സ് രണ്ടോ മൂന്നോ സോക്സ് ഇടേണ്ടി വരും. ആ 2 സോക്സ് തന്നെ മതിയാവുമെന്ന് വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 3 സോക്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും തണുപ്പായിരുന്നു. പിന്നെ എൻ്റെ ഷൂ നോർമൽ ഷൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് 3 സോക്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 അല്ലെങ്കിൽ 2 സോക്സൊക്കെ നിർബന്ധമാണ്. ഇപ്രാവശ്യം എന്തായാലും തെർമൽ സോക്സ് വിത്ത് നോർമൽ സോക്സും, പിന്നെ ഓൾറെഡി ഷൂ തെർമലാണ്ട്, അപ്പോൾ സീനില്ല. സോ പാറുവിനും ഇതുപോലെ തന്നെ സെയിം ഐറ്റംസ് വേണം. പാറുവിന് അഡീഷണലി 2 ജാക്കറ്റ് ഉണ്ട്. സ്നോ ജാക്കറ്റ് 2 കാരണം എനിക്ക് അറിയാം അവിടെ എത്തിക്കഴിഞ്ഞാൽ പണി. ഇവിടുന്ന് വലിയ ആളെപ്പോലെ ഒന്നും വിഷയമല്ല എന്നൊക്കെ പറയണത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും പണി പാടുന്ന അറിയാം. സോ അതുകൊണ്ട് ഞാനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് അഥവാ എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും പിന്നെ സ്നോയിൽ ഒരു -22 ഡിഗ്രിയിലേക്കാണ് നമ്മൾ പോകുന്നത് മൗണ്ടനിൽ. അപ്പോൾ ആ ടൈമിൽ എന്തായാലും കൈയൊക്കെ ഫ്രീസ് ആവും. ഇപ്പോൾ മഞ്ഞിലൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയൊക്കെ ഫ്രീസ് ആവും, ഫ്രോസൺ ആവും. അപ്പോൾ അത് വൺ സീനാകുമ്പോൾ കൈയൊക്കെ ഫുള്ള് ബ്ലഡ് സർക്കുലേഷനൊക്കെ സ്റ്റക്കായി കുറച്ച് റിസ്ക് ആണുമ്പോൾ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുടെ എമർജൻസി സിറ്റുവേഷന് വേണ്ടി ഞാനൊരു പൗച്ച് വാങ്ങിയിട്ടുണ്ട്, ഹീറ്റിംഗ് പൗച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് അതിൻ്റെ എയറിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ ആ ടൈമിൽ അത് ഹീറ്റാവും. അപ്പോൾ അത് നൈസായിട്ട് നമുക്ക് ഗ്ലൗവിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു കാലിലും ഇടുക, കയ്യിലും ഇടുക. അപ്പോൾ അങ്ങനെ ഒരു 4 സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയാനുള്ളത്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ. അപ്പോൾ മറക്കാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഉഷാറാക്കി തരാം. സോ ഗൈസ്, നമ്മൾ ബസ് കയറി പിള്ളേർ കൊണ്ടുവന്നാക്കി, ജയേഷും നവീനും കൊണ്ടുവന്നാക്കി. അപ്പോൾ ബസ് ഇവിടെ നമ്മളെ ഐബിനും മാളിൽ നിന്നാണ് നമ്മൾ കയറിയത്. നമ്മൾ വന്ന ബസ് ഇത് നമ്മൾ വന്നതല്ല, പക്ഷേ ഇതുപോലത്തെ ബസ്സാണ്. ഈ ഫ്രണ്ടിൽ കാണാൻ നമ്മൾ വന്ന ബസ്. അങ്ങനെ ഫൈനലി നമ്മൾ പുതുപ്പള്ളി എയർപോർട്ടിൽ എത്തിട്ടോ. എങ്ങനെയുണ്ട് തണുപ്പ്? കുഴപ്പമില്ലല്ലേ? ചെറിയ ഉറക്കമാണെങ്കിലേ ഉറക്കുറങ്ങി നൈസായിട്ട്. ഒരു ഉറക്കൊക്കെ ഉറങ്ങി ഏകദേശം ഒരു മണിക്കൂർ വിളിച്ച് നമ്മൾ നേരെ പോകട്ടോ. നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോകണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് അബുദാബി എയർപോർട്ടിലോട്ട് വരുന്നത്. എയർപോർട്ടിലെത്തി, ചെക്ക് ഇൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഉള്ളിൽ കയറി. പിന്നെ നമ്മൾ വന്ന ബസ്സിൻ്റെ ടിക്കറ്റ് അധികം പറയാൻ മറന്നു. നമ്മുടെ ഇബ്നു ബത്തൂത്തയിൽ നിന്നാണ് കയറിയത്. സോ സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് ടെർമിനൽ എ, അതാണ് അതിൻ്റെ ടിക്കറ്റ്. ഇതാണ് ടിക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ സമയം കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്യും. അപ്പോൾ അതിനോട് ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്യും 12A, 17-ാം തീയതി 12 മണി. അങ്ങനെ നമ്മൾ അബുദാബി എയർപോർട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. ഇതാണ് അബുദാബി എയർപോർട്ട്. എങ്ങനെയുണ്ട് പാറോ? എയർപോർട്ട് എങ്ങനെയുണ്ട്? ഇതുണ്ടോ ക്രിസ്മസ് ട്രീ ആണ്, വലിയ ക്രിസ്മസ് ട്രീ. എന്താണ് ബർഗർ കിങ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ, നമ്മളിങ്ങനെ നടന്ന് അങ്ങനെ വന്നപ്പോൾ കണ്ടോ നമുക്ക് അടിപൊളി ഒരു നമ്മളെ ഫുട്ബോൾ കപ്പൊക്കെ പോലത്തെ സംഭവം കിട്ടി. അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ് ഇങ്ങനെ അടിയൊക്കെ ഇങ്ങനെ, ഇതൊരു സ്റ്റെയർ കേസാണ് സംഭവം. കണ്ടോ, അടിപൊളി അല്ലേ? കൊള്ളാം. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പിരിഞ്ഞു പോകും, താഴത്തേക്ക് സ്റ്റെയർ കേസ് ഇറങ്ങിങ്ങനെ പോകും. അതാണ് അങ്ങനെ അബുദാബി എയർപോർട്ട്. കുറേ ഉണ്ട് കേട്ടോ, കുറേ ഗേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു മൂലക്കിലാണ് ഞാനല്ലേ. ഇപ്പോൾ എന്താണ് ഈ എത്രയായി സമയം? എത്രയായിപ്പോൾ പറയോ? എത്രയായി സമയം വരുന്നത്? 6:24 കേട്ടോ. നമ്മളെപ്പോൾ വന്നറിയോ? എത്ര മണി നമ്മൾ വന്നപ്പോൾ? ഏകദേശം ഒരു 1 മണിക്കാണ് നമ്മളെത്തിയത്. ഏകദേശം 1 മണിക്ക് എത്തിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂർ നമ്മളിവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത്. ഇനിയിപ്പോൾ 2 മണിക്കൂറും കൂടി കഴിഞ്ഞ് നമ്മൾ പിന്നെ ബോർഡിങ് ആയി അല്ലേ.
ഇവിടെ ബർഗർ കിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. സോ ഗൈസ്, അങ്ങനെ വിശന്ന് തുടങ്ങി. ബർഗറും കാര്യങ്ങളൊക്കെ മെക്കന്ന് കഴിച്ചു, ചായ കുടിച്ചു. സ്റ്റിൽ നല്ല വിശപ്പുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ എർവാനിലോട്ടുള്ള ബോർഡിങ് ഓപ്പൺ ആയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മളെ ഫൈനലി നമ്മുടെ എർവാൻ ബോർഡിംഗ് ഗേറ്റ് കൺഫേം ആയി. A80A ആണ്. ഞാൻ ABA ആറുണ്ട് ABA തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ABA അല്ല, A80A ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടെത്തി. പക്ഷേ ഇവിടെ ബോർഡിംഗ് ഗേറ്റ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല. 9:15 ആയിരിക്കും. അങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഒരു മെക്കലൊക്കെ കയറി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഉറക്കം ചെറുതായിട്ടൊന്ന് ഇരുന്നാണ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇത് പാറോടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. നല്ല ടയർഡ്. അപ്പോൾ ഓരോ ഉറക്കക്ഷീണം, നല്ലൊരു ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ട്. നമ്മുടെ ബോർഡിങ് തുടങ്ങി കേട്ടോ. നമ്മൾ 8:15 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരികയുണ്ട്. ഇവിടെ പാറക്കുട്ടി എന്താ പറയുന്നു? ആ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇതാണ് നമ്മുടെ ലൈന്. നമ്മുടെ സീറ്റ് 3 ആണ്. അപ്പോൾ അങ്ങനെ ബോർഡിങ് എല്ലാം കഴിഞ്ഞ് ഇത് അവിടെ നിന്നിട്ട് ബോർഡിങ് കഴിഞ്ഞ് അങ്ങനെ ബോർഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലോട്ട് പോയിക്കൊണ്ട് ചേട്ടാ നമ്മൾ ഫ്ലൈറ്റ് കയറി പ്രോജക്റ്റാണ് ചേട്ടാ നമ്മളെ ഫ്ലൈറ്റ് വന്നത് പുറത്ത്. സോ മച്ചന്മാരെ നമ്മളങ്ങനെ ബോർഡിങ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി. പക്ഷേ ഫുള്ള് കോമഡി എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞാണ് സോമാർ നൈസും തട്ടി ബോർഡിങ് കൗണ്ടറിനകത്ത് എ ബി സി പിന്നെ DEF. അപ്പോൾ ഞാൻ നോക്കിയില്ലായിരുന്നു. പിന്നെ കയറി ഇരിക്കാൻ മനസ്സിലായത് ഡിയും സി ആണ്. ഞങ്ങൾ രണ്ടും ഞാൻ ഇവിടെ അപ്പുറത്ത് പോയി. ഞങ്ങൾ രണ്ടും 2 സ്ഥലത്തായി. കുഴപ്പമില്ല, എന്നാലും ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ടേക്ക് ഓഫ് ചെയ്യാൻ പോകണല്ലോ. നമുക്ക് മാറുമത്തെ എക്സ്പ്രഷൻ എങ്ങനെ നോക്കട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാട്ടോ. ഇനിയൊരു 10-15 മിനിറ്റും കൊണ്ട് ലാൻഡ് ചെയ്യും. ചെവിയൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അടഞ്ഞു തുടങ്ങി. നല്ല ഉറക്കം. സോ ഇറങ്ങിയിട്ട് എന്തായാലും നമ്മുടെ ഒരു ടൂർ ഗൈഡ് ഉണ്ട്. പുള്ളിക്കാരത്തിനെ കോൺടാക്ട് നമ്പർ ഉണ്ട്, ഒന്ന് വിളിച്ചു നോക്കണം. ബാക്കിയുള്ള കാര്യം ഒന്ന് റൂമിലൊക്കെ ഒന്ന് തിരിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഉറങ്ങി എണീറ്റ് വേണം. ഒരു ടൂറുണ്ട്, സിറ്റി ടൂറുണ്ട് ഇന്ന്. അത് കഴിഞ്ഞിട്ട് നാളത്തെ ടൂർ പാക്കേജ് മറ്റന്നാളത്തെ ടൂർ പാക്കേജ് എടുത്തിട്ടില്ല. അതിപ്പോൾ ലാൻഡ് ചെയ്തിട്ട് വേണം നോക്കാൻ. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാട്ടോ. കണ്ടോ മഞ്ഞും മൂടി കിടക്കണ്ടോ സൈഡിലൊക്കെ. കണ്ടോ ഈ വെള്ള കാണും മഞ്ഞാട്ടാ. കണ്ടോ മക്കളെ, കണ്ടോ. ഗൈസ്, നമ്മളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി തണുപ്പാണ് പുറത്തിട്ട്. മഞ്ഞുപാടം. അതെ, പുറത്തിറങ്ങി നമ്മള് നല്ല മഞ്ഞൊക്കെ പെയ്തു തുടങ്ങിയിട്ടോ എയർപോർട്ടിനുള്ളിൽ. എയർപോർട്ടിന്റെ അതെ, ഫുള്ള് മഞ്ഞ് തണുപ്പ്. നമ്മൾ വന്ന ഫ്ലൈറ്റാണ് എയർപോർട്ടിൽ. മഞ്ഞ് വീണ് കിടക്കുക, ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുക. നമ്മുടെ ഫ്ലൈ ദുബായ് ഇവിടെ ഉണ്ട് കേട്ടോ. ജർമ്മനിയിൽ എയർപോർട്ടിൽ റീച്ചായി. സോ നമ്മൾ ഗൈഡിനെ കണ്ടു. പിന്നെ നമ്മുടെ പാക്കേജും കാര്യങ്ങളും 2 ദിവസത്തെ പാക്കേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഓൾ ഗുഡാണ്, എല്ലാം സെറ്റാണ്. വേറെ ടീമും കൂടി വരാണ്ട്, അവരും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടിപൊളിയായിട്ട് നല്ല ജോർജിയനെ കമ്പയർ ചെയ്യുന്നത് കുറച്ചും കൂടി നൈസാണ്. അപ്പോൾ എയർപോർട്ട് കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അടിപൊളിയാണ്. അപ്പോൾ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണ്, കുറച്ചും കൂടി ഒരു വെൽ റിച്ച് ഫീൽ ഉണ്ട്. കുഴപ്പമില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. ജോർജിയനെ കമ്പയർ ചെയ്യാൻ പാടില്ല. എങ്കിലും ജസ്റ്റ് പറഞ്ഞ് അങ്ങനെ ബാത്റൂമിലൊക്കെ പോയേക്കാം ഒരു എക്സ്പീരിയൻസ്, പഴയ എക്സ്പീരിയൻസ് ഈ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ മച്ച് ബെറ്റർ. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും അടിപൊളിയാണ് മൊത്തത്തിൽ. ഇപ്പോൾ എന്താ അറിയില്ല കേട്ടോ, ഞാനും പോയത് ഏകദേശം ഒരു 3 വർഷം മുന്നേ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻറ്റിൽ ഉണ്ടാവുമായിരിക്കും അവിടെ. സോ അങ്ങനെ ഹാപ്പി, ഓൾ ഗുഡ്, എവറിത്തിങ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഒരു ഗിഫ്റ്റ് ചെറിയൊരു സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഗൈഡിന് കൊടുക്കാൻ. ഇതാണ് എർവാൻ എയർപോർട്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. കാണുമ്പോൾ എർവാൻ എയർപോർട്ട് പുറത്തിറങ്ങി. ഇതാണ് എക്സിറ്റ് വരുന്നത്. ഇവിടെ പാറു ഇരിക്കുന്നുണ്ട്. വീട്ടിലോട്ട് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ കൂടെ കണ്ടോ, മൈ ഫാമിലീസ് ഫാമിലി. ഫൈനലി നമ്മൾ പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഫുള്ള് റോട്ടിലൊക്കെ മഞ്ഞു നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഫോർ എക്സ്പീരിയൻസ്? അടിപൊളി അടിപൊളി. പുറത്തിറങ്ങിയപ്പോഴാണ് തണുപ്പ്. അകത്ത് ഇത്ര തണുപ്പറിയുന്നില്ല. നല്ല രസം. ഞാൻ കണ്ടു മഞ്ഞ്. കുട്ടി മഞ്ഞ് കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ്. സോ നമ്മൾ പിന്നെ നമ്മുടെ ഹോളിഡേ ഫാക്ടറിന് നമുക്ക് നമ്മുടെ ഹോട്ടലിൽ പിന്നെ വേറെ നമ്മുടെ കൂടെ വന്ന ടീമിൻ്റെ കൂടെ അല്ല, നമ്മൾ സെപ്പറേറ്റ് വന്ന ടീമിന് ഹോളിഡേ ഫാക്ടറിയുടെ. അപ്പോൾ അവരുടെയൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അത്ര സെപ്പറേറ്റ് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മളങ്ങനെ പുള്ളിയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവം. അർമേനിയ എർവാൻ സിറ്റിയാണിത്. എയർപോർട്ടിൽ നിന്നുള്ള റോഡാട്ടോ.
Waves are crashing, sun is rising. Feel the thunder in the sky. Roads unwinding, life is calling. Energy flows through my veins. Riding high through the storm. On this journey we'll transform. അച്ഛന്മാരെ നമ്മളങ്ങനെ ഹോട്ടലിലെത്തിയിട്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഞാൻ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറട്ടെ. എങ്ങനെയുണ്ട് വേറോ? അടിപൊളിയല്ലേ? നൈസല്ലേ? വായന്നുണ്ട് ഹാവിയൊക്കെ പോണ്. ഇവിടെ കണ്ട മഞ്ഞൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ചെക്ക് ഇൻ ചെയ്യട്ടെ നമ്മളാദ്യം. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഡ്രസ്സ് മാറി പുറത്തിറങ്ങാൻ കരുതി. 4:30 5 മണിക്കാണ് ടീം വരിക. ഞാൻ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഔട്ട് സൈഡിലെ വ്യൂ ആട്ടോ ഈ കാണുന്നത്. അണ്ടർഗ്രൗണ്ട് കൂടി മെട്രോ കൊണ്ടുപോകുന്നുണ്ട്. ഒരു വൈബ്രേഷൻ ഉണ്ട് ഫുൾ ടൈം. അങ്ങനെ റൂം വന്ന് കുഞ്ഞു റൂമാണ്, ഏറ്റവും ടോപ്പിലുള്ളത് കുഞ്ഞു റൂമാണ്. റൂമൊക്കെ അലങ്കോലമായി കിടക്കുക. അവിടെ അലങ്കോലമുണ്ട്. നമ്മുടെ പെട്ടി, ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ എന്താ പറയുക, അങ്ങനെ വാർഡ്രോബ്, കുറച്ച് ഫ്രിഡ്ജ് കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, വാർഡ്രോബ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാത്റൂം ലൈറ്റ് ഇട്ടാ ഇതാണ് നമ്മുടെ ബാത്റൂം. കുഞ്ഞു ബാത്റൂമാണ്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ റൂമിൻ്റെ വ്യൂ. ഐ മീൻ റൂമാണ് ഈ കാണുന്നത്. ഇതാണ് ഇത്രേ ഉള്ളൂ റൂം. കുഞ്ഞു റൂം, സിമ്പിൾ റൂം. നമ്മൾ പുറത്തിറങ്ങട്ടെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊരു 30 മിനിറ്റ്സ് 20 മിനിറ്റ്സ് സമയമുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നിന്ന് പുറത്തിറങ്ങി നടന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ടീം പിക്ക് ചെയ്യാൻ വരും. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഡിന്നർ വിത്ത് സിറ്റി ടൂർ ഉണ്ട് നൈറ്റിൽ. അപ്പോൾ അതായി കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കണ്ട് ഞാൻ. സോ എന്നിട്ട് ഈവനിങ് വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് പുലർച്ചെ നമ്മൾ തസ്കസ്തൂർ പോകും. വേറെ ലെവലായിരിക്കും. പക്ഷെ തണുപ്പ് എന്തൊക്കെയാണെങ്കിലും വേറെ മോഡേൺ കേട്ടോ. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല ഫ്രീസാണ് തണുപ്പ്. പക്ഷേ ഐ ലവ് ഇറ്റ് ദിസ്. പിന്നെ ഗ്ലൗ ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ ഫ്രീസാണ്. സോക്സ് നോർമൽ സോക്സ് ആണുള്ളത്. എന്നാലും കുഴപ്പമില്ല. ബൂട്ടിൻ്റെ ഉള്ളിൽ തെർമൽ മെറ്റീരിയലുണ്ട്. തണുപ്പ് കയറുന്നുണ്ട്. ഞാൻ തെർമലിട്ട് ജീൻസ് ഇട്ടു, പക്ഷെ കാലം തണുപ്പ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഇതാണ് പേര് തന്നെ അതെ. 5 ഫ്ലോറായിട്ടുള്ള കുഞ്ഞു ഹോട്ടലാണ്, 3 സ്റ്റാർ. എൻ്റെ ഫ്രണ്ടിലേക്കാണല്ലോ ഇങ്ങനെ മഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. ഇനി രാത്രിയൊക്കെ മഞ്ഞ് പെയ്യുമ്പോൾ നൈസായിരിക്കും, വൈബായിരിക്കും. നമ്മുടെ ടീം വരുന്നുണ്ട്, വന്നിട്ട് നമുക്ക് നോക്കാം. എന്താണ് നിൻ്റെ അഭിപ്രായം? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ഹാർഡായിട്ടുണ്ട്. Have 5 main buildings. That is the History Museum of Armenia and National Gallery. The history provide all the history of Armenians, like starting from primitive times till modern society. So if you have free day, I would recommend you to visit the museum. Then over there we have our government house. And on that building you can see the main clock of Yerevan. You know, we have this really fun thing about that clock. It's a very famous dating point. Like, we call each other, we're like, hey, what's up? Let's meet under the clock. So you tell anyone under the clock, they know what you mean. And also, it became like a tradition for couples to have their first date under that clock. So for couples, it's a must to have photo with that background, okay? Then on that side, we have main post office of Armenia surrounded with some banks. On this side, we have Marriott Hotel. You know, it's an international chain. The hotel itself corresponds to their standards, but the building doesn't. And they are not allowed to have any fancy changes, as it's part of the public square, considered to be a historical building. Then here, this building is unfortunately right now empty, but it used to be the building of the ministry. Then, in the middle of this square, during summertime, when the weather is nice, we are countries of Soviet Union. Among the 15 countries back then, Armenia was the first country to have such kind of fountains. So especially that kind of was a really big change. ഗൈസ്, സോ നമ്മൾ പിന്നെ സിറ്റി ടൂർ, യെർവാൻ സിറ്റി ടൂറിന് ഇറങ്ങിയതാണ്.
ഒരു രക്ഷയില്ല, നല്ല തണുപ്പാണ്. കൈയൊക്കെ എനിക്ക് ഫ്രീസായി, എനിക്ക് പെയിൻ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. കൈ നല്ല പെയിൻ എടുക്കുന്നുണ്ട്. കൈ കുറേ നേരം ഞാൻ ഊരി വെച്ച്, അതാ പറ്റിയ. ഗ്ലൗസ് ഫസ്റ്റ് മുതലിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ കൈ ഊരിട്ടുകൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര എനിക്ക് ഫ്രീസായി, കൈയൊക്കെ ഫ്രോസണായി ശരിക്കും. ഒന്നാമത് ഫുഡ് കഴിച്ചിട്ടില്ല, ശരീരത്തിലൊന്നുമില്ല. അപ്പോൾ ഒരു വൈനോ അല്ലെങ്കിൽ ചീസ് എന്തെങ്കിലും കഴിയുമ്പോൾ ബോഡി ഹീറ്റ് ഉണ്ടാവും. എത്ര പഴക്കമുണ്ട് പറഞ്ഞാൽ ഈ സിറ്റിക്ക് ഏകദേശം 2700 സംതിങ് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ എന്തായാലും ഗൂഗിൾ ചെയ്തിട്ട് ആൾ പറഞ്ഞ് കേട്ടപ്പോൾ അങ്ങനെ കേട്ട് പോയി, എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തായാലും അതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട്, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഇവിടുത്തെ ഫുള്ള് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം, ഇവർ പറഞ്ഞ ഓർമ്മ വെച്ചാണ്ട്. സോ ഫറു, എങ്ങനെയുണ്ട്? തണുപ്പ് എങ്ങനെയുണ്ട്? നല്ല രസം. നല്ല രസമുണ്ടോ? കൈ വേനക്കണം എനിക്ക്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഗായ്സ്, എന്റെ കൈ ഉണ്ട് ഫ്രീസായി. എനിക്ക് മഞ്ഞിൽ പോയപ്പോ ഇത്ര പ്രശ്നമില്ല. സുഹൃത്തുക്കളെ, ഇതാണ് ഇവിടുത്തെ ഹിസ്റ്ററി മ്യൂസിയം. അതുപോലെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഹൗസ്. ഈ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട്. പ്രത്യേകത പറഞ്ഞാൽ ഫണ്ണാണ്. ഇവിടുത്തെ പുതിയ തലമുറ വന്നിട്ട് ഡേറ്റ് ചെയ്യണ ഒരു സ്പോട്ടാണ്. ഇത് ഡേറ്റിംഗ് സ്പോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കാണുന്ന മാരിയറ്റ് ഹോട്ടലാട്ടോ ഈ കാണുന്നത്. ഇത് വലിയൊരു എന്താ പറയുക, ക്രിസ്മസ് ട്രീ ആയിരുന്നു, അപ്പോൾ അവർ റിമൂവ് ചെയ്തു. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ, അതൊക്കെ പൊളിച്ച് കളഞ്ഞപ്പോൾ. ഞാനിപ്പോൾ ആറുവിനെ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ, എന്നിട്ട് ഇവിടുത്തെ നമുക്ക് വലിയ. ഇവിടെ നല്ല പാട്ട്, സ്ട്രീറ്റിൽ ഇങ്ങനെ മ്യൂസിക് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും സമയം എത്രയും പോറും ഇതുണ്ടോ? അതാണ് നമ്മളെ സിറ്റി. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ. കൈയൊക്കെ വിറച്ചിട്ട് വയ്യ, നല്ല തണുപ്പോട്ടോ. -7, -8 ഒക്കെ. ഇവിടെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കാട്ടോ. ഞാനുണ്ട്, നല്ല തണുപ്പുണ്ടല്ലേ, ഒരു രക്ഷയില്ലല്ലോ. കിളി വാരിട്ടാ, കിളി വാരി തുടങ്ങി കുട്ടീന്റെ. സമ്മതിച്ചില്ലട്ടാ, എന്തൊക്കെയാണല്ലോ അത്രേ ഉള്ളൂ. Of Mother Armenia. So for us, Mother Armenia symbolizes his true strength. You can see that she's holding a sword and her arms are really big. Now that is symbolizing his true strength. Since 1995, under the statue, we have Military Museum of Armenia. This museum has actually 2 sections. The first one is dedicated to World War II, and the next one is dedicated to the war that took place. Internationally, it's more known as Nagorno-Karabakh. So now it's completely under the occupation of Azerbaijan. And in the museum, you can find a lot of information about World War II, about our generals who led the war, who participated in the war, and some personal belongings left from the war. Also in the park, you can see a lot of military equipment like tanks, missiles. They are all real, all belong to Soviet Union's production, okay? All left from World War II. Yeah, all of them are real. ഗായ്സ്, നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിൽ എത്തിയാട്ടോ. ആൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഒക്കെ എന്താ പറയുക, തണുപ്പ് കാരൊന്നും മനസ്സിലാക്കുന്നില്ല. സോ അതെ, അല്ല നമുക്ക് സെർച്ച് ചെയ്യാം. സോ ഗായ്സ്, ഒരു രക്ഷ അന്യ തണുപ്പാണ്, അടിപൊളി. എന്നാൽ നമുക്ക് ഇവിടെ തീ കാണുന്നൊരു ഏരിയ ഉണ്ട്. ഇതാ, നമുക്കും പോയി തീ കാണാം. അല്ല ഗായ്സ്, കാണണ്ട നിങ്ങൾ, ഇതാണ് കാണേണ്ട സാധനം കേട്ടോ. പണ്ട് സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒറിജിനൽ ടാങ്കർ. ഓഫ് മക്കളെ, ഒറിജിനൽ സാധനം. ബ്ലാക്ക് ഐസ് കൊണ്ട് ഫുള്ള് ഇങ്ങനെ സ്ലിപ്പായി കിടക്കുന്നുണ്ടോ. ഒറിജിനൽ ടാങ്കർ. സി മാൻ, നമ്മൾ മറ്റേ പഴയ പടത്തിനകത്ത് കാണൂലേ, നമ്മുടെ ഏതാണ് പടം നമ്മൾ ലാസ്റ്റ് ഉണ്ട്, സിസു അതിനകത്തൊക്കെ അങ്ങനത്തെ ടാങ്ക് കണ്ടോ. ഓ മാരക ഐറ്റം. ഒറിജിനലാ പണ്ടത്തെ. ഓ സോവിയറ്റ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സാധനം കേട്ടോ. ദേ ഇവിടെ അടുത്ത ടാങ്കർ. ഇത് കണ്ടോ, ഇത് ടാങ്കർ പറഞ്ഞാൽ മറ്റേ 6 വീലൊക്കെ വരുന്നത്. 6 വീലാണോ 4 വീലോ? പിന്നെ 6 വീല് വരുന്ന മിലിറ്ററിയുടെ പഴയ വെഹിക്കിൾ. ഓ ഗായ്സ്, നമ്മളിവിടെ പകലെത്രയാണ് കേട്ടോ. ഓ അന്യായം. സൂപ്പർ അടിപൊളി. ഇതേ കണ്ടോ അടുത്ത ടാങ്കർ ഇവിടെ. നമുക്ക് അവിടെ ഒരു ജെറ്റ് ഉണ്ട്. സൈഡിൽ കൂടി ഇങ്ങനെ നമ്മൾ നടന്നു പോട്ടോ. എങ്ങനെയുണ്ട് പറോ, കാലെങ്ങനെയുണ്ട്? ശ്രദ്ധിക്കാൻ പോനെ, കാലെങ്ങനെ പേരുണ്ടോ?
ഗായ്സ് ഇതൊക്കെ ഒറിജിനൽ സാധനം കേട്ടോ. പണ്ടത്തെ പഴയ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ അങ്ങനത്തെ ആ യുദ്ധ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പഴയ ഇതാണ് സംഭവം. ഇതിവിടെ എഴുതി കാണും മോഡൽ MiG കണ്ട സോവിയറ്റ് ജെറ്റ് ഫൈറ്റർ ഉണ്ടോ 1947. ഓ 1947 പാറുവോ 1947. ഇത് നമ്മുടെ ഓ ഗോഡ് അന്നുണ്ടാക്കിയ സാധനം മാനുഫാക്ചർ ചെയ്ത സാധനമാണോ? ഇതുണ്ടോ ഇവിടുന്നാണ് മറ്റേ ഉണ്ടെങ്ങനെ പോകില്ലേ ആ സാധനമാണ് ഇതിങ്ങനെ കറങ്ങിയാണെങ്കിൽ ഉണ്ടാവില്ലേ അങ്ങനെ ഇതിലൊരു ഉണ്ട്. ഇത്ര നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിലൊരു പ്രൊപ്പലറൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ മറ്റേ പടത്തിലേക്ക് കാണാറില്ലേ ഇവിടെ ഇങ്ങനെ ഇവിടുന്നും ഒരു സാധനം ഇങ്ങനെ തെറിക്കും. പിന്നെ ഇതിങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രൊപ്പലർ ഉണ്ടാവും. പ്രൊപ്പലർ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സംഭവമാണിത്. ഒറിജിനലാട്ടോ ഒറിജിനൽ. അതെ ഉണ്ടെന്ന് തെറിക്കും. നമ്മൾ മറ്റേ പടത്തിനകത്ത് കോൾ ഓഫ് ഡ്യൂട്ടിയിലൊക്കെ കാണാറില്ലേ ആ സാധനം കേട്ടോ മക്കളെ. ജെറ്റ് ഓ എന്താ ഒറിജിനൽ ഐറ്റം മക്കളെ. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ക്യാമറ ഓൺ ആക്കിയോട്ടെ. ലൈറ്റ് ഓൺ ആക്കിയോട്ടെ. ഓ ഒന്നും ഉള്ളിലൊന്നും ഇല്ലമേ. ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. ഉള്ളിലേക്ക് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പുറത്താ ബോഡി മാത്രമേ ഉള്ളൂ. അതിന് കുറച്ച് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെമ്മീൻ്റെ തൊണ്ടോ കാറ് പറയുന്നത് ചെമ്മീൻ്റെ തൊണ്ട് വരയിരിക്കുന്നത്. ഇതിലപ്പോൾ ആൾക്കാരവിടെ ആളിരിക്കുന്നത് ആ ഒരു ഏരിയ കേട്ടോ. ബാക്കിയൊക്കെ മിഷനറീസും കാര്യങ്ങളായിരിക്കും. ഇത് ക്ലോസ്ഡ് ആണ് ആകുമ്പോൾ. സോ മക്കളെ അടുത്തായിട്ടാണിത്. പറോ കാല് സ്ലിപ്പ് ഉണ്ടോ. ഇതൊക്കെ അന്നുണ്ടായിരുന്ന ട്രക്ക് കേട്ടോ. ഇതിൻ്റെ മണ്ടയിലാണ് മറ്റേ ലോഞ്ചർ ഉണ്ടാവും. ഫൂ പറഞ്ഞാൽ അടുപ്പിച്ച് ചറപറ ലോഞ്ചർ ഇടൂലേ ആ സാധനമാണിത്. നമ്മളെ ഇതിനകത്ത് കണ്ടില്ലേ സിനിമയിലും ഈ കളർ ഓഫ് ഡ്യൂട്ടി ഗെയിമിനകത്തൊക്കെ ഉണ്ടാകുന്ന സംഭവമാണിത്. ഇതൊക്കെ ഒറിജിനൽ കേട്ടോ. ഞാൻ ആദ്യം ഈ സാധനം കണ്ടപ്പോൾ ആദ്യം വെറുതെ ഡമ്മി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. പക്ഷേ ഡമ്മി അല്ല ഒറിജിനലാണ് അന്നത്തെ. ഈ വണ്ടിയൊക്കെ വന്ന് നോക്കിയപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ട് നമ്മൾ അടുത്ത് വന്ന് നോക്കിയില്ലല്ലോ. ഒറിജിനലാണ്. അപ്പോൾ ആൾ പറയാം നമ്മുടെ മൊണീക്ക പറയാം ഇത് ഒറിജിനലാണ്. ആൾക്കാർ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇത് ഒറിജിനലാണ്. അന്ന് കാലത്തുണ്ടായിരുന്നു. ഇതാണ് റോക്കറ്റ് ലോഞ്ചർ കേട്ടോ. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ പീസ് ഉണ്ട്. ഇതാണ് ഫയർ ചെയ്തിട്ട് ബും മാറി. എന്നിട്ട് ഇതിനെ പുഷ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഇത് പീസാവും. ഇത് പീസായിട്ട് വിടും. പിന്നെ അത് പുഷ് ചെയ്ത് കൊണ്ടിട്ടാണ് പൊട്ടിക്കുക. പക്ഷെ എന്തൊക്കെയല്ലേ മിസൈൽ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടോട്ടോ അങ്ങനെ കടുത്ത മിസൈൽ പകല് വരണം. ഇത് അതിൻ്റെ എക്യുപ്മെൻസ് ടാർഗറ്റ് പുഷ് ചെയ്തിട്ട് വിടാല്ലേ. ടാർഗറ്റ് പുഷ് ചെയ്യും. എത്ര കാലം 1960 കേട്ടോ. അതിൻ്റെ സ്പെക്കൊക്കെ കൂടെ എഴുതിക്കണം കേട്ടോ. ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ. ഞാൻ ഈ ഗെയിമിങ് കാൾ ഓഫ് ഡ്യൂട്ടിക്ക് ഭയങ്കര പ്രാന്താണ്. അപ്പോൾ അതിനകത്തൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ക്രേസാകുമ്പോൾ ഇവിടുന്ന് സെറ്റ് ചെയ്ത് വിടും. മാർക്ക് ചെയ്യും, പടയ്ക്കും, പോയി അടിക്കും. കൊള്ളാം. സോ ഗായ്സ് ഒരു രക്ഷയല്ല. അന്യായം പകൽ വരണം ശരിക്കും. എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്രേസ്. ഈ പഴയ എന്താ പറയുക ക്ലാസിക് ഐറ്റംസൊക്കെ കാണുമ്പോൾ. പിന്നെ ഇങ്ങനത്തെ വാറിലൊക്കെ യൂസ് ചെയ്യുന്ന പട സാധനങ്ങൾ കാണുമ്പോൾ അത് വേറെ തന്നെ. പകൽ വരണേന്ന് ഇവിടെ ശരിക്കും ഒരു രക്ഷയില്ല. അന്യായം പൊളി. ഓ ഇതിൻ്റെ അവിടെ ബീരങ്കി നോക്കടാ മേലെ. സമയത്രയായി. ഇതും അതുപോലത്തെ ഒരു സംഭവം കേട്ടോ. പണ്ട് കാലത്ത് ഇങ്ങനെ വലിച്ചുകൊണ്ടായിട്ട് ഇങ്ങനെ നമ്മൾ കാണ്ടഹാർ സിനിമ കണ്ടില്ല പൊട്ടിക്കണേ. ഇവിടെ ഷെല്ലിടും ലോഡ് ചെയ്യും, അടിക്കും, തെറിക്കും. ആ ബീരങ്കിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സോ ഗൈസ് നമ്മൾ പോട്ടെ. നമ്മളെ ടീം വെയിറ്റിങ്ങിലാണ്. And then here is North Avenue. Remember I showed you that fancy street? Yes. North Avenue. And here is Republic Square. You know about our Republic Square? We said that it looks like sun. So that round shaped part is the head. And then the streets that start from Republic Square, they're like sun rays. That is the reason that one of our prominent writers, Yadisha Charens, told about Alexander Kamaya that probably while designing our city, he imagined the city of sun. And that is actually written over here in our English. ഇപ്പോൾ ആൾ പറഞ്ഞെന്താ വെച്ചാൽ ഇതാണ് അവരുടെ സിറ്റിയുടെ ഒരു മാപ്പാണ് ഈ കാണുന്നത്. ജെറുവാൻ സിറ്റിയുടെ മാപ്പാണ് നമ്മൾ കാണുന്നത്. ഇതൊരു മോഡേൺ ആർട്ടാണെന്ന് പറയുന്നത് പാറു പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. മോഡേൺ ആർട്ടാണ്. സോ ഗായ്സ് നമ്മളങ്ങനെ വാക്ക് ചെയ്യാം കേട്ടോ. ഓ എന്നാ തണുപ്പാ ഇവിടെ. കൊഞ്ചം ഓവറാ തരില്ലേ ഉനക്ക്. അതെ
ഇതാട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഉള്ളിലാണ് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ ലേഡി, ഹൗ ആർ യു? ഓ, ടയർ വെച്ചിട്ടില്ലേ? ഓ മക്കളെ കാണുന്നത് ഒരു രക്ഷയില്ല, അന്യായം. ടയർ വെച്ചിട്ടവിടെ പണിത് വെച്ചിട്ടുള്ളത്, വേസ്റ്റ് ടയറൊക്കെ എടുത്ത് കണ്ടു, ഒരു രക്ഷയില്ല. ഇത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടാകുമ്പോൾ വീഡിയോയിൽ, പക്ഷേ ഇതല്ല ഇതുപോലത്തെ RTM അവിടെ കണ്ടു, ഒരു രക്ഷയില്ല. ഓ, ഇതിനകത്ത് ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ നൈസായിരിക്കില്ലേ? ഇതൊരു ആർട്ടാട്ടോ. ഓ, എന്തൊരു പൂജയുടെ ഷേപ്പില്ലേ, അങ്ങനെയൊക്കെ കുറേ ഉണ്ട് അങ്ങനെ. അതെ, അയ്യോ വലിയ ശരീരം, കുഞ്ഞാഞ്ഞി. ഓ പടയാളി കേട്ടോ, ആണ് പടയാളിയാണ്. അത് ഷെഡിട്ടല്ലേ ഇതൊക്കെ മോഡേൺ ആർട്ടാണ് തോന്നുന്നത്. പ്ലെയിനെന്തോ ഉദ്ദേശിക്കാൻ കഴിയില്ല. തക്കടുവാവേ, എന്തോ ഒരു പ്രത്യേക തരം പൊസിഷൻ. അതിന് വേറെന്താ പറ്റിയ കരയുണ്ട് കേട്ടോ. ഓ ഇത് കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. അതുപോലെ തന്നെ ഇതും കൊള്ളാം, കുറേ കുട്ടിയും കൊള്ളാം. ഓരോ മോഡേൺ ആർട്ടുകളായിട്ടാണ് എനിക്ക് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, ഓരോരോ ആർട്ടുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ട്. സോ നമുക്ക് മുന്നോട്ട് പോവാം. ഒരു രക്ഷയില്ല സുഹൃത്തുക്കളെ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പ്, തണുത്ത് വിറയ്ക്കാണ്. ഇത് കണ്ടോ, ഒരു കുട്ടിയോടെ കഴുന്ന് കിടക്കുന്നുണ്ട്. ഓ എന്തൊക്കെ ആലോചിച്ച് കിടക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ഈ മാനുകളുണ്ടോ, മാനിങ്ങനെ ജമ്പ് ചെയ്യണുണ്ടോ, അവിടെ നിന്ന് ജമ്പ് ചെയ്ത്. ഓ പൊളി, മോഡേൺ ആർട്ടാട്ടോ. ഇവിടെ എന്തോ ഒരു ലെറ്ററിലൊക്കെ ഇതാക്കി വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആകാശത്തിൽ ഡ്രോൺ ഷോട്ട് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ എന്താണെന്നില്ലേ, ഇത് ഇവിടെ ഒരു തടിച്ച ഒരു പ്രതിമയുണ്ട്. ഇതാട്ടാകുമ്പോൾ നമുക്ക് ഇവിടെ എന്താ സ്കെലറ്റർ ഉണ്ട്, കൊണ്ടുകൊണ്ടോ പോയേക്കാം നമുക്ക്. ഇത് ഇവിടെ ഉണ്ടോ ഒരു കിവി ബോളും പിടിച്ചെടുക്കുന്നു. കിവി അതാട്ടോ. ഓ ഇതിൻ്റെ മണ്ടയിലൊക്കെ പോകണമെന്ന് പോകണമല്ലോ. മോഡേൺ ആർട്ടാണ്. എന്ത് മനോഹരതയിലാണ് അവർ പണി ചെയ്യുന്നത്. ഇപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ തന്നെ അവർ സെറ്റാക്കി വെച്ചോണ്ട് പഴയ സംഭവങ്ങളാട്ടോ. പക്ഷെ അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. ഇവിടെയും കുറെ ആർട്ട് വർക്കുകളുണ്ട് കേട്ടോ, കുറെ ആർട്ട് ഇവിടെ ഉണ്ട്. സോ നല്ല തണുപ്പുണ്ട്, ഇതിനുള്ളിൽ കയറിയപ്പോ ഒരു സുഖം. എന്തായാലും മേലൊക്കെ പോയേക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ ആർട്ട് വർക്കുകള്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാട്ടോ. തണുത്തോണ്ട് ഉബളായി. ട്രെയിൻ പോണ പോലത്തെ സൗണ്ട് ആട്ടോ അതിന്റെ. പിന്നെ സെൻസറുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ സീനായി കഴിഞ്ഞാൽ നിക്കണം എന്നില്ല. മക്കളെ തണുപ്പ് രക്ഷയിലുണ്ടോ. ഞാനും ഇത് മുടി ഇട്ടിട്ടും എനിക്ക് തണുപ്പില്ല. അപ്പൊ ഞാൻ മുടി ഉണ്ടോ, മുടി വെച്ചിട്ട് ഇങ്ങനെ മറക്കാം. മുടി ഇങ്ങനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് മുടി നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതും പിടിച്ചിരിക്കുക. അപ്പൊ നമ്മുടെ കയ്യിനും കാലിനും കുറച്ച് എന്താ പറയാ, എന്തെങ്കിലും ഉള്ളിലേക്ക് നല്ല ഫുഡ്, ചീസോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഫുഡ് ചെന്നാലേ നല്ല ശരീരത്തിന് നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ പിടിച്ചില്ല. വൈന് അല്ലെങ്കിൽ ചീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പോർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കേണ്ടി വരും, നല്ല പിടിച്ചിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ടോപ്പിലെത്തിട്ടാ. അവിടെ കുറെ ആർട്ട് വർക്ക് ഒക്കെ ഉണ്ട്. ഒരാൾ കാല് പൊക്കി ചാടുന്നത്, തലകുത്തിന് ചാടുന്നത്, നേരെ ചാടുന്നത്, അങ്ങനെ പല പല രീതിയിൽ ചാടുന്ന പോസുകളിലെ സ്റ്റാച്ചു. ഓ ബ്യൂട്ടിഫുൾ. എന്താ
ഇത്രയും നേരം നമ്മള് മേലേക്ക് പോകുമ്പോഴല്ല എടുത്തത്, ഇനി താഴത്തേക്ക് പോകുമ്പോൾ എടുക്കാനുള്ള വ്യൂ ഞാൻ കാണിച്ചതാണ്. ഇത് മിസ്സായി. നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ മേലേക്ക് പോകുമ്പോൾ എന്താണ് ഇതിൻ്റെ പഴയ കാലത്തെ പിക്ചറാണ് ഈ കാണുന്നത്. കൊള്ളാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ടൂർ ഏകദേശം കഴിഞ്ഞ് ഇനി അടുത്ത് ഡിന്നറാണ്. അണ്ടർഗ്രൗണ്ട് റോഡ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടി. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി. ഇവിടെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നുണ്ട്. കഴിച്ചോട്ടെ കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന ഏരിയ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു രക്ഷയിൽ അന്യായ സെറ്റപ്പ് പണി വെച്ചാണ്. ഫുള്ള് കണ്ടാവും വിൻറ്റേജ് ഇതിൽ കണ്ടാവും. നല്ല പഴയ അനലോഗ് പിയാനോ, സസ്റ്റൈനും കാര്യങ്ങളൊക്കെ ഉള്ള അനലോഗ് പിയാനോ നല്ല അടിപൊളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു വെസ്റ്റേൺ എന്താ പറയുക ഒരു ട്രഡീഷണൽ ലുക്കിൽ അടിപൊളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ലൈറ്റുകൾ കാര്യങ്ങൾ സോഫ ഒരു രക്ഷയിലോട്ട് അടിപൊളി. കണ്ടോ അവിടെ കുറേ ബുക്സുകൾ, ഇവിടെ ഇങ്ങനെ പഴയ ബുക്സുകളൊക്കെ വെച്ചുകൊണ്ട് സെറ്റ് ചെയ്യണ ഒരു പക്ക ക്ലാസിക്കൽ ടച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. പഴയ ടി വി ഉണ്ടോ. ഇത് ബാറാട്ടോ. ഇത് വാഷ്റൂമോട്ട് കയറുന്ന ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ്. ഐ സോ ദാറ്റ്. അടിപൊളി കണ്ടോ. അടിപൊളി രക്ഷയില്ല. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വിൻറ്റേജ് സംഭവം ഭയങ്കര ക്രേസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഗുഡ്. ബാത്റൂമിൽ വരെ ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. കണ്ടോ അവിടെ ഉണ്ടോ ഒരു ട്രഡീഷണൽ ലുക്കിൽ ക്ലാസിക് ഒരു വിൻറ്റേജ് ലുക്കിലുണ്ടോ വാഷ്റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൂപ്പനെ ക്രിസ്മസിന് ആസ്പദമാക്കിയിട്ടുള്ള അപ്പൂപ്പൻ്റെ പിക്ചർ ഇവിടെ ഇങ്ങനെ സംഭവം. കളറൊക്കെ ഉണ്ട്. അടിപൊളി പൊളി. സ്റ്റേ ട്യൂൺ ഗൈസ്. ഒരുപാട് ഐറ്റംസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്.